നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമോ ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വടക്കാഞ്ചേരി ഇൻസ്പെക്ടറുടെ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പരാതിക്കാർ മുൻകൂട്ടി പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിക്കുന്നത് സാധാരണ നടപടിയാണെന്ന് കോടതി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈക്കോടതി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ BJP. കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപത്തിനിരയായ വയോധികയുടെ വീട് CPM പ്രാദേശിക നേതൃത്വം സന്ദർശിച്ചു. സുരേഷ് ഗോപിക്ക് തന്നോട് നല്ല വാക്ക് പറയാമായിരുന്നുവെന്ന് അധിക്ഷേപത്തിനിരയായ പൊറത്തിശ്ശേരി സ്വദേശിനി ആനന്ദവല്ലി. ചേലക്കരയിൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷ്ടിച്ച കേസിൽ 3 SFI പ്രവർത്തകർ അറസ്റ്റിൽ. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നതോടെയാണ് പ്രതികൾ പിടിയിലായത്. നിറമാല ആഘോഷ നിറവിൽ തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രം. നൂറുകണക്കിന് കലാകാരന്മാർ ക്ഷേത്രത്തിൽ വാദ്യാർച്ചന നടത്തി. വാർത്തകൾ വിശദമായി. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയെന്ന വിവാദത്തിൽ വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ UK ഷാജഹാനെ സ്ഥലം മാറ്റിയ നടപടിക്ക് തിരിച്ചടി. ഷാജഹാന്റെ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപിച്ച് KSU സംസ്ഥാന നേതൃത്വം പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയത്. എന്നാൽ ഇതേ പ്രതികളെ വീണ്ടും നിയമാനുസൃതമായ രീതിയിൽ തിരിച്ചറിയൽ പരേഡിന് വിധേയരാക്കാൻ കോടതി ഉത്തരവിട്ടു. പരാതിക്കാരൻ മുൻകൂട്ടി പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിക്കുന്നത് സാധാരണ നടപടിയാണെന്ന് കോടതി വ്യക്തമാക്കി. ഇത് വാദിക്കും പ്രതിക്കും നീതി ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ്. അക്രമകാരിയായ പ്രതിക്ക് വിലങ്ങ് വയ്ക്കാൻ പോലീസിന് നിയമപരമായ അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിലവിൽ പോസ്റ്റിംഗ് ലഭിക്കാത്ത ഇൻസ്പെക്ടർ UK ഷാജഹാനെ വടക്കാഞ്ചേരിയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരേണ്ടി വരുമെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ചയോടെ അന്തിമ തീരുമാനം എടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജില്ലാ കളക്ടറും ഇടക്കാല ഗതാഗത സമിതിയും സമർപ്പിച്ച റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. റിപ്പോർട്ട് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് വ്യക്തമാക്കിയ കോടതി അതുവരെ ടോൾ പിരിവ് പാടില്ലെന്നും നിർദ്ദേശിച്ചു. ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്നാണ് ഹർജിക്കാരുടെ നിലപാട്. ഹർജി നൽകിയവരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് NHAI കോടതിയെ അറിയിച്ചു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ദേശീയപാതയിലെ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും പരിഹരിച്ചെന്ന് കാണിച്ച് കളക്ടർ ചൊവ്വാഴ്ച നൽകിയ റിപ്പോർട്ട് അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്കണ്ടത്ത്, OJ ജനീഷ് എന്നിവരാണ് ടോൾ തടയണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ടോൾ തടഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ടും ഗതാഗതക്കുരുക്കും സർവീസ് റോഡുകളുടെ തകർച്ചയുമടക്കമുള്ള വിഷയങ്ങൾ തുടരുകയാണെന്ന് ഹർജിക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് TCV. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വീണ്ടും സജീവമാക്കാൻ BJP. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുക, ED കണ്ടുകെട്ടിയ പണം സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പൊറത്തിശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവന്നൂർ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലേക്ക് വെള്ളിയാഴ്ച വൈകിട്ട് മാർച്ച് നടത്തും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നടത്തിയ സംവാദത്തിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയം ഉയർന്നു വന്നിരുന്നു. വയോധികയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ CPM പ്രാദേശിക നേതൃത്വം വയോധികയുടെ വീട് സന്ദർശിച്ചു. പൊറത്തിശ്ശേരി സ്വദേശി ആനന്ദവല്ലിയെയാണ് CPM ലോക്കൽ സെക്രട്ടറി RL ജീവൻലാൽ വീട്ടിൽ പോയി സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി കൈമലർത്തിയെന്ന സങ്കടം ആനന്ദവല്ലി പങ്കുവച്ചതായി നേതാക്കൾ പറഞ്ഞു. ആനന്ദവല്ലിക്ക് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകി. CPM ലോക്കൽ കമ്മിറ്റി അംഗം MK ഗിരീഷ്, NS വിഷ്ണു, ബ്രാഞ്ച് സെക്രട്ടറി CR മനോജ്, DYFI മേഖലാ സെക്രട്ടറി PM നന്ദുലാൽ എന്നിവരും ആനന്ദവല്ലിക്ക് പിന്തുണയുമായി എത്തി. സുരേഷ് ഗോപിക്ക് തന്നോട് നല്ല വാക്ക് പറയാമായിരുന്നുവെന്ന് പൊറത്തിശ്ശേരി സ്വദേശി ആനന്ദവല്ലി പറഞ്ഞു.
സുരേഷ് ഗോപി അധിക്ഷേപിച്ചോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആനന്ദവല്ലി. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ബാങ്കിൽ നിക്ഷേപിച്ചതെന്നും ഇത് ലഭിക്കാൻ ബാങ്കിനെ സമീപിക്കുമ്പോൾ പണമില്ലെന്ന കാരണമാണ് അധികൃതർ പറയുന്നതെന്നും ആനന്ദവല്ലി പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചാൽ നിക്ഷേപ തുക തിരികെ ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാലാണ് താൻ ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചത്. തിരക്ക് മൂലം തുടർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചില്ലെന്നും ആനന്ദവല്ലി പറഞ്ഞു. ചേലക്കരയിൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷ്ടിച്ച കേസിൽ 3 SFI പ്രവർത്തകർ അറസ്റ്റിൽ. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിദിൻ, ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേശ്, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. ചേലക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾ കൊടിമരം മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു. നിറമാല ആഘോഷത്തിന്റെ നിറവിൽ തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രം. നൂറുകണക്കിന് കലാകാരന്മാർ ക്ഷേത്രത്തിലെത്തി വാദ്യാർച്ചനയിൽ പങ്കെടുത്തു. തിരുവില്വാമല നിറമാലയോടെ മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവ കാലത്തിന് തുടക്കമായിരിക്കുകയാണ്. നിറമാല ദിവസം വില്വാദ്രിനാഥിന് മുന്നിൽ വാദ്യാർച്ചന നടത്തി തുടങ്ങിയാൽ ഉത്സവകാലം സമൃദ്ധമാകുമെന്ന വിശ്വാസത്തിൽ നിരവധി വാദ്യകലാകാരന്മാർ ക്ഷേത്രത്തിലെത്തി. വില്വാദ്രിനാഥനെ വണങ്ങാൻ ഉടമകൾ ആനകളെ ഏക്കമൊഴിവാക്കിയാണ് എത്തിച്ചത്. തിരുനാവായിയിൽ നിന്നെത്തിച്ച 15,000-ഓളം താമരപ്പൂക്കൾ കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ശ്രീകോവിലുകൾ അലങ്കരിച്ചു. പ്രതിഷ്ഠകളിലും തിടമ്പുകളിലും താമരമാലകൾ ചാർത്തി. കുരുത്തോലകളും കുലവാഴകളും താമരമാലകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ച ക്ഷേത്ര സന്നിധാനം ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു. രാവിലെ 5-ന് കലാമണ്ഡലം അച്യുതൻ, ഞെരളത്ത് രാമദാസ്, സിന്ധു ശ്രീകുമാർ എന്നിവരുടെ അഷ്ടപതിയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 8-ന് ശീവേലി എഴുന്നള്ളിപ്പിലെ പഞ്ചാരിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരായിരുന്നു വാദ്യപ്രമാണി. ഉച്ചയ്ക്ക് 12-ന് കലാമണ്ഡലം രാധാമണിയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും അരങ്ങേറി. TCV ന്യൂസ്, തിരുവില്വാമല. എരുമപ്പെട്ടിയിൽ കാർ പുറകോട്ടിറക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വീടിന്റെ മുൻവശം ഇടിച്ച് തകർത്തു. എരുമപ്പെട്ടി യത്തീംഖാന റോഡിൽ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമായിരുന്നു അപകടം. എരുമപ്പെട്ടി തോട്ടുങ്ങൽ പീടികയിൽ കുഞ്ഞുമോന്റെ മതിലും വീടിന്റെ മുൻവശവുമാണ് തകർന്നത്. വേലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റി വന്ന യാത്രക്കാർ കാർ തിരിക്കുവാൻ പുറകോട്ടെടുത്തപ്പോൾ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് ഇറങ്ങി കാറിന്റെ പുറകുവശം വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്ന വീട്ടമ്മ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലപ്പിള്ളി ഹാരിസൺ മലയാളം കമ്പനി അക്കൌണ്ടിൽ അടയ്ക്കേണ്ട 35 ലക്ഷം രൂപ തട്ടിയ കേസിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായിരുന്ന വയനാട് പൊഴുതാന സ്വദേശി പൊട്ടേങ്ങൽ വീട്ടിൽ ഷഫീഖാണ് പിടിയിലായത്. കഴിഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കമ്പനി ഓഡിറ്റിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. തുടർന്ന് കമ്പനി മാനേജർ ഷാനവാസ് വരന്തരപ്പള്ളി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. കരാറുകാർക്കും ഇടപാടുകാർക്കും നൽകാൻ കൊച്ചിയിലെ ഹെഡ് ഓഫീസിലേക്ക് അയക്കേണ്ട തുക ഷഫീഖ് സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റി എന്നാണ് കേസ്. ബാങ്കിന്റെ വ്യാജ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തൃപ്രയാറിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ 4 ലക്ഷം കവർന്നു. തൃപ്രയാർ ലൈറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പെരിങ്ങോട്ടുകര സ്വദേശി പ്രദീപനാണ് പണം നഷ്ടമായത്. മൊബൈൽ ഫോണിലുള്ള ബാങ്കിന്റെ ആപ്പ് മുഖേന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നത്. ബാങ്കിന്റെ ഒഫീഷ്യൽ ആപ്പിന് പകരം ഫോണിൽ കടന്നുകൂടിയ വ്യാജ ആപ്പാണ് ഇദ്ദേഹം തുറന്നത്. ബാലൻസ് പരിശോധിക്കാനുള്ള ശ്രമത്തിനിടെ ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടന്നുവെന്നാണ് സംശയിക്കുന്നത്. OTPയും പിൻ നമ്പറും ഉൾപ്പെടെ പങ്കുവയ്ക്കാനുള്ള നിർദ്ദേശം അനുസരിച്ചതാണ് വിനയായത്. 8 തവണയായി 4,03,000 രൂപയോളം നഷ്ടപ്പെട്ടു. സൈബർ സെല്ലിലും അന്തിക്കാട് പോലീസിലും പരാതി നൽകി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് LDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ മാസം 25-നാണ് നവീകരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടത്. സെപ്റ്റംബർ 16-ന് തുറന്നു നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും ബസ് സ്റ്റാൻഡ് തുറക്കാതെ വന്നതിനെ തുടർന്നാണ് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷാനി അനിൽകുമാർ, ബിന്ദു സതീഷ്, ധർമ്മൻ, ഷേളി റാഫി തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം ഈ മാസം 21-ന് ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കുമെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷത്തിന്റെ സമരമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇടവേള. വക്കാലക്ക നന്ദിലത്ത് ജിമാത്തിൽ
റോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തകൾ തുടരുന്നു. ചാലക്കുടി അടിപ്പാതയ്ക്ക് സമീപം ബെൽമൌത്ത് നിർമ്മിക്കുന്നതിന് വൈദ്യുതി ടവർ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലപരിശോധന നടത്തി. നഗരസഭാ ജംഗ്ഷനിൽ കോടതിക്ക് സമീപമുള്ള അടിപ്പാതയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനാണ് ഇരുഭാഗത്തും ബെൽമൌത്ത് നിർമ്മിക്കുന്നത്. ഇരുഭാഗത്തും ബെൽമൌത്ത് നിർമ്മാണത്തിനായി തടസ്സമായി നിൽക്കുന്ന ടവർ ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്നും ഇതിനാവശ്യമായ തുക നഗരസഭ അടയ്ക്കുമെന്നും KSEBയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. സ്ഥലം സന്ദർശിച്ച് ബെൽമൌത്തിനാവശ്യമായ റവന്യൂ, ഇറിഗേഷൻ വകുപ്പുകളുടെ സ്ഥലം അളന്ന് മാർക്ക് ചെയ്തു 2 വകുപ്പുകളുടെയും NOC ലഭ്യമാക്കാൻ തുടർ നടപടി സ്വീകരിക്കും. തൃശൂർ മോഡൽ വോട്ടുകൊള്ള എറിയാട് പഞ്ചായത്തിൽ നടത്താൻ CPM ശ്രമിക്കുകയാണെന്ന് മുൻ MP TN പ്രതാപൻ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരാജയ ഭീതി പൂണ്ട CPM ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും TN പ്രതാപൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, PK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് വരെ കേൾവിയില്ലാത്ത രീതിയിൽ ഗുരുതരമായ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന്റെ വശങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതെന്ന പരാതിയുമായി പൊതുപ്രവർത്തകനായ വേലൂർ ആനപ്പാലം കുറ്റിക്കാട്ട് വീട്ടിൽ സാബുവാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൂൾ ഗ്രൗണ്ടിന്റെ സ്ഥലം റോഡായി ഉപയോഗിക്കുകയും സ്ഥലം കയ്യേറി മതിൽ കെട്ടിയതായും പരാതിയുണ്ട്. സർവേയിൽ കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അളന്നു തിട്ടപ്പെടുത്തിയെടുക്കാതെ കയ്യേറ്റ ഭൂമി വിട്ടു നൽകുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമെന്ന് സാബു ആരോപിക്കുന്നു. എത്രയും പെട്ടെന്ന് അത് അളന്ന് തിട്ടപ്പെടുത്തി ഗ്രൗണ്ടിൻ്റെ യഥാർത്ഥ സ്ഥലം, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗ്രൗണ്ട്, അതിൻ്റെ യഥാർത്ഥ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ചെയ്യേണ്ട വർക്ക് ഇപ്പോൾ ഇന്ന് 18-ാം തീയതി ആയിട്ട് 8 ദിവസമായി വർക്ക് ആരംഭിച്ചിട്ട് ഇന്ന് ഈ സമയം വരെ അത് അളന്ന് തിട്ടപ്പെടുത്താനോ അത് നോക്കുവാനോ ഒന്നിനും ഈ പറഞ്ഞ അധികാരികൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പലിനും ജില്ലാ പഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പരിഗണിക്കാതെ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നിർമ്മാണ പ്രവർത്തികൾക്ക് സാമഗ്രികളുമായി എത്തുന്ന വാഹനങ്ങൾ ഓടിച്ച് ഗ്രൗണ്ടിൽ കുഴികൾ രൂപപ്പെട്ടു. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ മറ്റു വഴികളുണ്ടായിട്ടും ഗ്രൗണ്ട് നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. പുതുക്കാട് തെക്കേ തുറവിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി ഓട്ടുപാത്രങ്ങൾ മോഷ്ടിച്ച നാടോടി സ്ത്രീയെ നാട്ടുകാർ പിടികൂടി. നീലങ്കാവിൽ ഔസേപ്പിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ടെറസിന്റെ മുകളിൽ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ ചാക്കിലാക്കി കൊണ്ടുപോകുന്നത് കണ്ട ഔസേപ്പ് നാടോടി സ്ത്രീയെ തടയാൻ ശ്രമിച്ചെങ്കിലും തട്ടിമാറ്റി ഇവർ രക്ഷപ്പെടുകയായിരുന്നു. ഔസേപ്പ് ഒച്ചവെച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാർ സ്ത്രീയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറയുന്ന ചിത്രപ്രദർശനം സംഘടിപ്പിച്ച് CPM എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി. അഹമു അബ്ദുൽ ഖാദർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. TV ഹരിദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗം KK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ ഏരിയ സെക്രട്ടറി MA വിജയൻ,
ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ, കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, കേരളത്തിന്റെ വികസനത്തിനല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. സ്കൂട്ടറിൽ കാർ ഇടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സ്കൂട്ടർ യാത്രക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ 3 പേരെ റിമാൻഡ് ചെയ്തു. മതിലകം കൂളിമട്ടം സ്വദേശി പാമ്പിനേഴത്ത് വീട്ടിൽ മുഹമ്മദ് ജസീൽ, കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി അടിമപ്പറമ്പിൽ വീട്ടിൽ ഷിഫാസ്, കരൂപ്പടഞ്ഞ നെടുങ്കാണത്ത് കുന്ന് സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ ശരത് ദാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോണത്തുകുന്ന് വള്ളിവട്ടം ബോധിഗ്രാം സ്വദേശി പുളിമ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷംസുദ്ദീൻ ഓടിച്ചു വന്നിരുന്ന സ്കൂട്ടറിൽ പ്രതികൾ സഞ്ചരിച്ചു വന്നിരുന്ന കാർ ഇടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൊടുങ്ങല്ലൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ചയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ കേസിൽ 2 പേർ അറസ്റ്റിൽ. മേത്തലപ്പാട സ്വദേശികളായ കാട്ടുകണ്ടത്തിൽ വീട്ടിൽ അനീഷ് കുമാർ, മനയത്ത് വീട്ടിൽ പ്രജീഷ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി TKS പുരത്ത് വാഹന പരിശോധന നടത്തുകയായിരുന്ന SI കെ സാലിം, CPO അമൽദേവ് എന്നിവർ മദ്യലഹരിയിൽ കാറോടിച്ചു വന്ന മേത്തലപ്പാട സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ സനീഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതേസമയം കാറിലുണ്ടായിരുന്ന പ്രതികൾ സനീഷിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ തടയുകയായിരുന്നു. നാടകപ്രവർത്തകനായിരുന്ന സോബി സൂര്യഗ്രാമം അനുസ്മരണവും നാടക അവതരണവും ഞായറാഴ്ച കുന്നംകുളം ടൗൺഹാളിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 5 വരെ പ്രമുഖ സിനിമാ നാടക പ്രവർത്തകർ പങ്കെടുക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ജോയ് മാത്യു, സുവീരൻ ഇർഷാദ്, പ്രിയനന്ദനൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൺവീനർ KG ബാബു, ചെയർമാൻ PA അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിൽ ഈ മാസം 21 മുതൽ 29 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. സ്വാമി പള്ളിപ്പാട് ശിവദാസൻ മുഖ്യ ആചാര്യനായുള്ള യജ്ഞം 20 വൈകിട്ട് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് കുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ MLV നായർ, KS സുനിൽകുമാർ, വേണുഗോപാൽ തഞ്ചിച്ചേരി, C രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. മുല്ലശ്ശേരി കോൾ മേഖലയിലെത്തിയാൽ കാറ്റിൽ മുളങ്കൂട്ടങ്ങൾ മൂളുന്ന സംഗീതം കേൾക്കാം. തണലും ദൃശ്യഭംഗിയും സമന്വയിക്കുന്ന ഇവിടെ നിരവധി പേരാണ് കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ മാടക്കാക്കൽ പാലത്തിനു സമീപം KLDCയുടെ വടക്കേ ബണ്ടിനോട് ചേർന്നുള്ള ഫാം റോഡിലാണ് 1 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നിൽക്കുന്നത്. തണലും ദൃശ്യഭംഗിയും സമന്വയിക്കുന്ന ഫാം റോഡിൽ രാവിലെയും വൈകിട്ടുമാണ് കൂടുതൽ പേർ എത്തുന്നത്. മുല്ലശ്ശേരി കനാലിൽ ഇടിയഞ്ചിറ പതിയാർകുളങ്ങര ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായാൽ ഫാം റോഡിന് പ്രസക്തിയേറുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സദാശിവൻ മധുക്കര പറഞ്ഞു. നമുക്കറിയാം, ഈ മുളയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ മുന്നേക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ് നട്ട മുള തൈകൾ ഇപ്പോൾ സഞ്ചാരികൾക്ക് നല്ല കാഴ്ചകളാണ് നൽകുന്നത്. ദേശാടന പക്ഷികൾ, ഒരുപാട് പാടത്തേക്ക് വരുന്ന ദേശാടന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മുളങ്കാടുകൾ. ആളുകൾ വ്യായാമത്തിനും നടത്തത്തിനും തിരഞ്ഞെടുക്കുന്ന മുളങ്കൂട്ടങ്ങൾ നിറഞ്ഞ ഈ ഫാം റോഡിൽ സാമൂഹ്യ വനംവകുപ്പ് വിഭാഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് 9 വർഷം മുൻപാണ് അലങ്കാരമുളകൾ നട്ടത്. തണലിനൊപ്പം മണ്ണൊലിപ്പ് തടഞ്ഞ് ബണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഉദ്ദേശ്യവുമുണ്ടായിരുന്നു. 12 ഇനം മുളകൾ ഇവിടെയുണ്ട്. പക്ഷികളുടെയും ഇഷ്ടസങ്കേതമായും ഈ പ്രദേശം മാറിയിരിക്കുന്നു. TCV ന്യൂസ്, പാവർട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ വചന പൂക്കളം ഒരുക്കിയതിലെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി മുക്കാട്ടുകര സെന്റ് ജോർജ് ചർച്ച്.
വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ വചന പൂക്കളത്തിനാണ് റെക്കോർഡ് ലഭിച്ചത്. സമ്പൂർണ്ണ ബൈബിൾ എഴുതിയ 22,322 സ്റ്റിക്കി നോട്ട് ഉപയോഗിച്ചാണ് വചന പൂക്കളം തീർത്തത്. തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാ ടോണി നീലങ്കാവിൽ പ്രഖ്യാപനത്തിൽ സന്നിഹിതനായിരുന്നു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, സഹവികാരി ഫ്രാൻസിസ് പുത്തൂക്കര, മതബോധന കേന്ദ്രം പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻ മരിയ, വേൾഡ് ഇവന്റ് റെക്കോർഡ് കോർഡിനേറ്റർ ജസ്വിൻ സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ₹1 കോടി ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ചിറക്കൽ GLP സ്കൂളിലെ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NN ജോഷി, MK ഷൺമുഖൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ 2 മാസത്തോളമായി ദുരിത ജീവിതം നയിച്ചിരുന്ന മനോവൈകല്യമുള്ള യുവാവിന് വ്യാപാരികളുടെ സഹായഹസ്തം. സേവ് ഗുരുവായൂർ മിഷന്റെ സഹായത്തോടെ യുവാവിനെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇരിങ്ങപ്പുറം സ്വദേശിയായ 36-കാരനെയാണ് തലക്കോട്ടുകര കുറുമാൽ ജീവകാരുണ്യ ഭവനത്തിലേക്ക് മാറ്റിയത്. 4 വർഷം മുമ്പ് വാക്കുതർക്കത്തിനിടെ ഇയാൾക്ക് തലയ്ക്കടിയേറ്റിരുന്നു. പരിക്ക് ഭേദമായെങ്കിലും മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക പതിവായിരുന്നു. സാമ്പത്തിക പരാധീനതയെ തുടർന്ന് വീട്ടുകാർക്ക് ചികിത്സിക്കാനും കഴിയാത്ത അവസ്ഥയായി. മേൽപ്പാലത്തിനടിയിലെ ദുരിത ജീവിതം കണ്ടാണ് സേവ് ഗുരുവായൂർ മിഷൻ പ്രവർത്തകരായ അജു M ജോണി, ER ഗോപിനാഥൻ, CC വില്യംസ് തുടങ്ങിയവർ സഹായഹസ്തവുമായി എത്തിയത്. ഗുരുവായൂരിലെ ഗതാഗത പരിഷ്കരണത്തെക്കുറിച്ച് BJPയുടെ നേതൃത്വത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. പടിഞ്ഞാറേ നടയിൽ നടന്ന ചർച്ചയിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, വ്യാപാരികൾ, യാത്രക്കാർ എന്നിവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പോലീസിനും നഗരസഭയ്ക്കും കൈമാറും. അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു. തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ, നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, K കാളിദാസ്, TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓസ്ട്രേലിയയിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 6.50 ലക്ഷം രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മാള പോലീസ് കേസെടുത്തു. തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി ആദത്തിനെതിരെയാണ് വടമ സ്വദേശി എൽസിയുടെ പരാതിയിൽ കേസെടുത്തത്. മകന് ഓസ്ട്രേലിയയിൽ ഭക്ഷണ നിർമ്മാണ ഫാക്ടറിയിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ വിവിധ തവണകളിലായി ബാങ്ക് വഴി പണം കൈപ്പറ്റിയിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വടക്കാഞ്ചേരി ഇൻസ്പെക്ടറുടെ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പരാതിക്കാർ മുൻകൂട്ടി പ്രതികളെ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിക്കുന്നത് സാധാരണ നടപടിയാണെന്ന് കോടതി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈക്കോടതി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ BJP. കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപത്തിനിരയായ വയോധികയുടെ വീട് CPM പ്രാദേശിക നേതൃത്വം സന്ദർശിച്ചു. സുരേഷ് ഗോപിക്ക് തന്നോട് നല്ല വാക്ക് പറയാമായിരുന്നുവെന്ന് അധിക്ഷേപത്തിനിരയായ പൊറത്തിശ്ശേരി സ്വദേശിനി ആനന്ദവല്ലി. ചേലക്കരയിൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷ്ടിച്ച കേസിൽ 3 SFI പ്രവർത്തകർ അറസ്റ്റിൽ. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നതോടെയാണ് പ്രതികൾ പിടിയിലായത്.
നിറമാല ആഘോഷ നിറവിൽ തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രം. നൂറുകണക്കിന് കലാകാരന്മാർ ക്ഷേത്രത്തിൽ വാദ്യാർച്ചന നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.